എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ സ്വയം വിഷമിക്കുന്നവരായിരിക്കും നിങ്ങൾ. മുന്നോട്ടു പോകാനും വിജയിക്കാനുമുള്ള നിങ്ങളുടെ ഊർജത്തെ വാക്കുകളിലൂടെ സ്വന്തം ചുറ്റുപാടുകൾ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഏതൊരു കാര്യം ചെയ്യാനും നേടാനും വിജയിക്കാനും നിങ്ങൾ മനസ്സിൽ ഭയക്കുന്നു. നിങ്ങൾ സ്വയം ഉൾവലിയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എത്രയൊക്കെ നല്ല കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്താൻ മാത്രമേ അവർക്ക് കഴിയൂ. നിങ്ങളുടെ കഴിവുകളെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. അവരുടെ വാക്കുകളിലൂടെ സങ്കടപ്പെട്ടിരിക്കണോ അതോ നിങ്ങൾ ആരാണെന്ന് വിജയിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണോ എന്ന്. ആ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ മനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള വാശി മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങളുടെ കഴിവുകളിലൂടെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ആ ഒരു വിജയത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ നല്ല സമയങ്ങൾ മുഴുവൻ കൊടുക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും മനസ്സുകൊണ്ട് തളരാതെ നിങ്ങളുടെ ആ ഒരു സൂപ്പർ വിജയം സ്വപ്നം കണ്ട് മനസ്സിനെ കൂടുതൽ ശക്തമാക്കുക. മനസ്സിലാക്കുക, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് തീരുമാനിക്കുന്നതും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിശ്ചയിക്കുന്നതും മറ്റാരുമല്ല. അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. എനിക്ക് ശ്രമിച്ചാൽ അതിന് കഴിയും എന്ന് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മറ്റാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാതെ തന്നെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ കളിയാക്കലിലൂടെ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുമ്പോഴാണ് അവരുടെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ വരുന്നത്. എത്ര കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും ഞാൻ എൻ്റെ സ്വന്തം കഴിവിലൂടെ വിജയിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ വിജയത്തിൻ്റെ വഴികൾ അവർ സ്വയം കണ്ടെത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഒരു കാരണവുമില്ലാതെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ആരാണെന്ന്. അവർ നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിങ്ങളുടെ വിജയത്തിലൂടെയും ആയിരിക്കണം അത്. ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ വിജയവും അതിൻ്റെ സന്തോഷവും നിങ്ങളുടെ അത്രയും മറ്റാർക്കും സന്തോഷം നൽകുന്നതല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെയും വിജയിപ്പിക്കുക. ശരിയും തെറ്റും സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.